എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026 ഹൃദയഭേദകമായ ഇന്നലെ നടന്ന 48ാം ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയത്. 52 പന്തുകളിൽ നിന്ന് സെഞ്ചുറിക്കരികിൽ പുറത്താകാതെ നിന്ന സഞ്ജു സാംസന്റെ ആ വിനാശകരമായ ഇന്നിംഗ്സ് ഡൽഹി ബൌളർമാരുടെ സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ചു. എന്നാൽ യഥാർത്ഥ നാടകീയതയും ആരെയും കരയിപ്പിക്കുന്ന ആ നിമിഷവും അരങ്ങേറിയത് മത്സരം അവസാനിച്ചതിനു ശേഷമുള്ള പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിലായിരുന്നു. മാൻ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ട സഞ്ജു സാംസൺ തന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാനാവാതെ പൊട്ടിക്കരയുകയായിരുന്നു. ചെന്നൈ സൂപ്പർ കിങ്സ് പോലൊരു കരുത്തുറ്റ ടീമിന് 156 റൺസ് എന്ന ലക്ഷ്യം ഒരിക്കലും ഒരു വലിയ മലനിരയായിരുന്നില്ല. എന്നാൽ 45 റൺസിന് 2 വിക്കറ്റുകൾ നഷ്ടപ്പെട്ട ആ നിർണായക ഘട്ടത്തിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ക്ലാസിക്കായും ശാന്തമായും എന്നാൽ അങ്ങേയറ്റം അപകടകരമായും ബാറ്റ് ചെയ്യുന്ന സഞ്ജു സാംസൺ കുതിപ്പ് തുടങ്ങുന്നത്. തുടക്കത്തിൽ ചില പന്തുകൾ നേരിട്ട് പിച്ച് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് അദ്ദേഹം വളരെ ആഴത്തിൽ മനസ്സിലാക്കി. എന്നാൽ ഒരിക്കൽ കണ്ണുകൾ സെറ്റായതിനു ശേഷം അദ്ദേഹം ഡൽഹി ബൌളർമാരെ അക്ഷരാർത്ഥത്തിൽ വേട്ടയാടാൻ തുടങ്ങി. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം മുഴുവൻ ആ ബാറ്റിന്റെ പ്രകമ്പനത്തിൽ വിറകൊണ്ടു. വെറും 52 പന്തുകൾ മാത്രം നേരിട്ട സഞ്ജു 87 റൺസിന്റെ ചരിത്രപരമായ അങ്ങേയറ്റം ആക്രമണോത്സുകമായ ഒരു മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സ് പുറത്തെടുത്തു. ഡൽഹി ക്യാപ്റ്റന്റെ സകല മാസ്റ്റർ പ്ലാനുകളും സഞ്ജുവിന്റെ ബാറ്റിന്റെ ചൂടിൽ വെണ്ണീരായി. ആ അവിശ്വസനീയമായ ഇന്നിംഗ്സിൽ അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് 167.13 ആയിരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ പോരാട്ടത്തിന്റെ തീവ്രത നമുക്ക് ഊഹിക്കാവുന്നതാണ്. കടുത്ത സമ്മർദ്ദത്തിനിടയിലും 167ലധികം സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യുക. മൈതാനത്തിന്റെ എല്ലാ കോണുകളിലേക്കും അദ്ദേഹം പന്ത് പായിച്ചു. 7 കിടിലൻ ഫോറുകളും ആകാശം മുട്ടുന്ന 6 കൂറ്റൻ സിക്സറുകളും ആ ബാറ്റിൽ നിന്നും പിറന്നു. ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള ബൌളറായ മിച്ചൽ സ്റ്റാർക്കിനെ പോലും സഞ്ജു വെറുതെ വിട്ടില്ല. സ്റ്റാർക്ക് ഒരു മാരകമായ ബൗൺസർ എറിഞ്ഞപ്പോൾ സഞ്ജു തന്റെ സ്വതസിദ്ധമായ മനോഹര ശൈലിയിൽ ഒരു തകർപ്പൻ പുൾ ഷോട്ടിലൂടെ പന്ത് നേരെ സ്റ്റാൻസിലേക്ക് പറത്തി. മാന്ത്രിക സ്പിന്നിലൂടെ കുൽദീപ് യാദവ് സഞ്ജുവിനെ കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ ക്രീസിൽ നിന്നും കൃത്യമായി മുന്നോട്ടാഞ്ഞ് ബൌളറുടെ തലയ്ക്ക് മുകളിലൂടെ അദ്ദേഹം അതിഗംഭീരമായ ഒരു ഷോട്ട് പായിച്ചു. സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് ഉതിർന്ന ഓരോ ഷോട്ടും മനോഹരമായ ഒരു പെയിന്റിംഗ് പോലെയായിരുന്നു. ആ 87 റൺസിന്റെ അപരാജിത ഇന്നിംഗ്സ് മുഴുവൻ ക്രിക്കറ്റ് ലോകത്തെയും അദ്ദേഹത്തിന്റെ ആരാധകരാക്കി മാറ്റി. മത്സരം അവസാനിച്ച് മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരത്തിനായി സഞ്ജുവിന്റെ പേര് വിളിച്ചപ്പോൾ സ്റ്റേഡിയം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് സഞ്ജു സഞ്ജു എന്നാർത്ത് വിളിക്കുകയായിരുന്നു. പ്രശസ്ത കമന്റേറ്റർ ഹർഷ ഭോഗ്ലെ ആ തിളങ്ങുന്ന ട്രോഫിയുമായി സ്റ്റേജിൽ നിൽപ്പുണ്ടായിരുന്നു. വിയർപ്പിൽ കുതിർന്ന വസ്ത്രങ്ങളുമായി ഒരു വലിയ പോരാട്ടത്തിന്റെ ക്ഷീണവും അതിനേക്കാൾ വലിയ ഒരു വിജയത്തിന്റെ സമാധാനവും മുഖത്ത് പ്രതിഫലിപ്പിച്ചുകൊണ്ട് സഞ്ജു സാവധാനം സ്റ്റേജിലേക്ക് നടന്നു കയറി. ഹർഷ ഭോഗ്ലെ വളരെ സ്നേഹത്തോടെ ആ ട്രോഫി നീട്ടിക്കൊണ്ട് ചോദിച്ചു, സഞ്ജു, എന്തൊരു അവിശ്വസനീയമായ ഇന്നിംഗ്സ് ആയിരുന്നു ഇത്. 45 റൺസിന് 2 വിക്കറ്റുകൾ വീണ നിലയിൽ മുന്നിൽ മിച്ചൽ സ്റ്റാർക്കും കുൽദീപ് യാദവും പോലുള്ള വമ്പൻ ബൌളർമാർ നിൽക്കുമ്പോൾ നിങ്ങൾ വെറും 52 പന്തിൽ 87 റൺസ് എടുത്ത് മത്സരം പൂർണ്ണമായും ഏകപക്ഷീയമാക്കി. ആ സിക്സറുകൾ അത്രമേൽ മനോഹരമായിരുന്നു. ഇത്രയും വലിയൊരു ചരിത്ര വിജയത്തിന് ശേഷം ഇപ്പോഴെന്ത് തോന്നുന്നു? ഈ ചോദ്യം കേട്ടയുടനെ സ്റ്റേഡിയത്തിലെ അന്തരീക്ഷം പെട്ടെന്ന് മാറിമറിഞ്ഞു. എപ്പോഴും മുഖത്ത് തിളങ്ങുന്ന പുഞ്ചിരിയുമായി നടക്കുന്ന സഞ്ജു സാംസന് പെട്ടെന്ന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അദ്ദേഹം മൈക്ക് കയ്യിലെടുത്ത് തല താഴ്ത്തി വളരെ ദീർഘമായ ഒരു ശ്വാസം അയച്ചു. കുറച്ചു നിമിഷത്തേക്ക് ആ സ്റ്റേജിൽ വല്ലാത്തൊരു നിശബ്ദത തളം കെട്ടി നിന്നു. തന്റെ ഉള്ളിൽ ഇരമ്പിയാർക്കുന്ന വികാരങ്ങളുടെ വലിയൊരു കടലിനെ അടക്കി നിർത്താൻ അദ്ദേഹം പാടുപെടുന്നതുപോലെ തോന്നി. മുഖഭാവങ്ങൾ പൂർണ്ണമായും മാറിമറിഞ്ഞു. തൊട്ടടുത്ത നിമിഷം ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ ബൌളർമാരെ പഞ്ഞിക്കിട്ട ആ ഇതിഹാസ ബാറ്റ്സ്മാൻ ലോകത്തിന് മുൻപിൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ പൊട്ടിക്കരഞ്ഞു. സഞ്ജുവിന്റെ കവിളുകളിലൂടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. കൈകൾ കൊണ്ട് കണ്ണുനീർ തുടച്ചുമാറ്റാൻ അദ്ദേഹം നിരന്തരം ശ്രമിച്ചെങ്കിലും വർഷങ്ങളുടെ കഠിനാധ്വാനവും കുടുംബത്തിന്റെ കഷ്ടപ്പാടുകളും ആ വിജയത്തിന്റെ വലിപ്പവുമെല്ലാം അദ്ദേഹത്തിന്റെ നിയന്ത്രണങ്ങൾക്കപ്പുറമായിരുന്നു. നിമിഷങ്ങൾക്ക് മുൻപ് വരെ സന്തോഷം കൊണ്ട് ആർത്തു വിളിച്ചിരുന്ന 48,000 പേർ തിങ്ങി നിറഞ്ഞ ആ വലിയ സ്റ്റേഡിയം ഒറ്റയടിക്ക് നിശബ്ദമായി. TV സ്ക്രീനുകളിൽ കളി കണ്ടുകൊണ്ടിരുന്ന കോടികളോളം ആരാധകരുടെ കണ്ണുകളും ആ കാഴ്ച കണ്ട് ഈറനണിഞ്ഞു. ഇത്രയും വലിയ ഒരു വേദിയിൽ വെച്ച് ഒരു കായിക താരം ഇങ്ങനെ വിതുമ്പിക്കരയണമെങ്കിൽ ആ വിജയത്തിന് പിന്നിൽ എത്രമാത്രം വേദനകളും ത്യാഗങ്ങളും ഒളിഞ്ഞുകിടന്നിട്ടുണ്ടാകും. കുറച്ചു നേരത്തിനു ശേഷം സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ഇടറിയ ശബ്ദത്തിൽ സഞ്ജു പറഞ്ഞ വാക്കുകൾ രാജ്യത്തിന്റെ മുഴുവൻ ഹൃദയം കീഴടക്കുന്നതായിരുന്നു. നനഞ്ഞ കണ്ണുകളോടെ ക്യാമറയിലേക്ക് നോക്കി സഞ്ജു പറഞ്ഞു, ഹർഷ സർ, എന്നോട് ക്ഷമിക്കണം. ഇങ്ങനെ ക്യാമറയ്ക്ക് മുൻപിൽ എല്ലാവരുടെയും മുൻപിൽ വെച്ച് കരയണമെന്ന് ഞാൻ ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല. ലോകം ഇന്ന് കാണുന്നത് എന്റെ 87 റൺസും എന്റെ സിക്സറുകളും ഈ മാൻ ഓഫ് ദ മാച്ച് ട്രോഫിയുമാണ്. എന്നാൽ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഞാൻ കാണുന്നത് എന്റെ മാതാപിതാക്കളുടെ വർഷങ്ങളുടെ കഠിനമായ പോരാട്ടങ്ങളും അവരുടെ ത്യാഗങ്ങളുമാണ്. എന്റെ ഈ ഇന്നിംഗ്സും ഈ അവാർഡും
എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഈ നേട്ടവുമെല്ലാം എന്റെ മാതാപിതാക്കളുടെ കാൽക്കൽ സമർപ്പിക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സഞ്ജുവിന്റെ തൊണ്ട അപ്പോഴും വല്ലാതെ ഇടറിക്കൊണ്ടിരുന്നു. എങ്കിലും ഓരോ വാക്കിലും മാതാപിതാക്കളോടുള്ള അതിയായ ബഹുമാനവും സ്നേഹവും വ്യക്തമായിരുന്നു. സഞ്ജു തുടർന്നു, സർ, കേരളത്തിലെ വളരെ സാധാരണമായ ഒരു കുടുംബത്തിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഞാൻ ചെറിയൊരു കുട്ടിയായിരുന്നപ്പോൾ നല്ലൊരു ക്രിക്കറ്റ് ബാറ്റ് വാങ്ങാൻ പോലും എന്റെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല. അന്നെന്റെ അച്ഛൻ തന്റെ ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ എന്റെ സ്വപ്നങ്ങൾക്കായി മാറ്റിവെച്ചു. ഡൽഹിയിലെ തെരുവുകളിലും കേരളത്തിലെ മൈതാനങ്ങളിലും എനിക്ക് വേണ്ടി ഒഴുകിയ വിയർപ്പിനും കേട്ട പഴിവാക്കുകൾക്കും ഈ ജന്മം മുഴുവൻ പകരം നൽകിയാലും മതിയാവില്ല. എനിക്കായി എന്റെ അമ്മ എത്രയോ രാത്രികൾ ഉറക്കമൊഴിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ എനിക്കാവില്ല. ടീമിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ വലിയ വേദനയിലും ഡിപ്രഷനിലുമായിരുന്ന സമയങ്ങളിൽ എന്റെ അമ്മ എന്റെ തലയിൽ കൈവച്ച് എനിക്ക് ധൈര്യം തന്നിരുന്നു. ഇന്ന് എന്റെ കയ്യിലിരിക്കുന്ന ഈ ട്രോഫി എനിക്ക് വെറും ഒരു ഇരുമ്പ് കഷണം മാത്രമാണ്. ഇന്നീ നിമിഷം വീട്ടിലിരുന്ന് കളി കാണുന്ന എന്റെ അച്ഛന്റെയും അമ്മയുടെയും മുഖത്തെ ആനന്ദ അശ്രുക്കളാണ് എന്റെ യഥാർത്ഥ സമ്പത്ത്. സഞ്ജുവിന്റെ ഈ വാക്കുകൾ കേട്ട് സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന പലരുടെയും കണ്ണുകൾ നിറഞ്ഞുപോയി. എന്നാൽ അതിനുശേഷം സഞ്ജു പറഞ്ഞ കാര്യങ്ങൾ ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകരുടെ നെഞ്ചളവ് വർദ്ധിപ്പിക്കുകയും ക്രിക്കറ്റ് ലോകത്ത് വലിയൊരു മാതൃക സൃഷ്ടിക്കുകയും ചെയ്തു. കണ്ണുനീർ തുടച്ചുകൊണ്ട് മുഖത്തൊരു ചെറിയ പുഞ്ചിരിയോടെ അദ്ദേഹം മഹേന്ദ്ര സിംഗ് ധോണി എന്ന മഹിഭായിയുടെ പേര് പരാമർശിച്ചു. എന്റെ മാതാപിതാക്കളെ കൂടാതെ ഇന്നത്തെ ഈ ഇന്നിംഗ്സിന്റെ വലിയൊരു പങ്കും ഞാൻ സമർപ്പിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ ഇതിഹാസവും വഴികാട്ടിയും എന്റെ വലിയ ഏട്ടനുമായ മഹേന്ദ്ര സിംഗ് ധോണിക്കാണ്. ഒരു കളിക്കാരൻ തുടർച്ചയായി പരാജയപ്പെടുമ്പോൾ ലോകം മുഴുവൻ അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നിനക്കത് സാധിക്കും എന്ന് തോളിൽ കൈയിട്ട് പറയാൻ ഒരു മനുഷ്യനെ ആവശ്യമുണ്ട്. മഹിഭായ് എന്നോട് ചെയ്തത് അതാണ്. ഞാൻ ഈ ടീമിലെത്തിയപ്പോൾ എന്റെ ഉള്ളിൽ ഒരുപാട് സംശയങ്ങളും ഭയവും ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം എന്നെ മുറിയിൽ വിളിച്ച് ഒറ്റ വരി മാത്രമേ പറഞ്ഞുള്ളൂ, സഞ്ജു, നിന്റെ കഴിവിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നീ സ്നേഹിക്കുന്ന നിന്റെ ആ സ്വാഭാവികമായ അറ്റാക്കിംഗ് ഗെയിം മാത്രം കളിക്കുക. ഫലത്തെക്കുറിച്ചുള്ള ആശങ്കകൾ എനിക്ക് വിട്ടുതരുക. ചെന്നൈ സൂപ്പർ കിങ്സ് വെറും ഒരു ഫ്രാഞ്ചൈസിയല്ല, അതൊരു വലിയ കുടുംബമാണ്. അവിടെ ഓരോ കളിക്കാരനും അവന്റെ ഏറ്റവും മോശം സമയത്താണ് ഏറ്റവും കൂടുതൽ സ്നേഹവും പിന്തുണയും ലഭിക്കുന്നത്. മഹിഭായിക്ക് കീഴിൽ കളിക്കാനും അദ്ദേഹത്തിൽ നിന്ന് ഇത്രയധികം കാര്യങ്ങൾ പഠിക്കാനും കഴിഞ്ഞത് എന്റെ വലിയ ഭാഗ്യമാണ്. അവസാനം ക്യാമറയിലേക്ക് നോക്കി വളരെ വികാരഭരിതനായി സഞ്ജു തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചു. അച്ഛാ, അമ്മേ, നിങ്ങൾ എന്നെ ടിവിയിൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. നിങ്ങളുടെ ഈ മകൻ ഇന്ന് നിങ്ങളെ നിരാശപ്പെടുത്തിയിട്ടില്ല. ഇതെല്ലാം സാധ്യമായത് നിങ്ങളുടെ കഠിനാധ്വാനവും പ്രാർത്ഥനയും കൊണ്ടാണ്. താങ്ക് യു അച്ഛാ, താങ്ക് യു അമ്മേ. പിന്നെ എന്റെ മേൽ ഇത്രയും വലിയ വിശ്വാസം അർപ്പിച്ചതിന് താങ്ക് യു മഹിഭായ്. ഈ അവാർഡ് നിങ്ങളുടേതാണ്, എക്കാലവും നിങ്ങളുടേതായിരിക്കും. ഇത്രയും പ്രതിഭാശാലിയും അപകടകാരിയുമായ ഒരു കായിക താരമായിരിക്കുമ്പോഴും തന്റെ വേരുകളെ മറക്കാത്ത ഇത്ര നല്ലൊരു മനുഷ്യൻ നമുക്കുണ്ടെന്നത് മുഴുവൻ രാജ്യത്തിനും അഭിമാനിക്കാവുന്ന കാര്യമാണ്. സഞ്ജുവിന്റെ ഈ കണ്ണുനീർ തെരുവുകളിൽ ക്രിക്കറ്റ് കളിക്കുകയും ഭാവിയിൽ വലിയൊരാളാകാൻ സ്വപ്നം കാണുകയും ചെയ്യുന്ന കോടികളോളം ദരിദ്രരായ കുട്ടികൾക്ക് നൽകുന്ന വലിയൊരു പ്രതീക്ഷയാണ്. കഠിനാധ്വാനത്തിന് മുൻപിൽ ഒരു പ്രതിസന്ധിയും വലുതല്ല എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ തന്റെ ഈ കണ്ണുനീരിലൂടെയും വാക്കുകളിലൂടെയും സഞ്ജു സാംസൺ ഇന്ന് രാജ്യത്തിന്റെ മുഴുവൻ ഹൃദയം കീഴടക്കിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മഹിഭായിയുടെ ആ മാന്ത്രിക മെന്റർഷിപ്പ് സഞ്ജുവിന്റെ കരിയറിനെ പുതിയൊരു തലത്തിൽ ഉയർത്തിയോ? നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായും അറിയിക്കുക. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് അത്രമേൽ വിലപ്പെട്ടതാണ്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.